റോയൽ ജെല്ലി എന്ന് പറഞ്ഞ സൂപ്പർ ഫുഡിനെയാണ് കൊടുക്കുക. റോയൽ ജെല്ലി എവിടെയാണെന്ന് വെച്ചാൽ ഓരോ പെൺ തേനീച്ചകളും ജനിച്ച് 20-21 ദിവസം വരെ ഇവരുടെ തലച്ചോറിൽ നിന്നൊരു മിൽക്ക് ഇങ്ങനെ ഊറി ഒലിച്ച് വന്നുകൊണ്ടേയിരിക്കും. അത് പിന്നെ ത്രോട്ടിലൂടെ റാണി തേനീച്ചന്റെ ഷെല്ലുകളിൽ ഇങ്ങനെ കളക്ട് ചെയ്യുക. അങ്ങനെ കളക്ട് ചെയ്യുന്ന റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ട് റാണിക്ക് ഇത്രയും പ്രത്യേകതകളൊക്കെ കണ്ടുവരുന്നത്. അതുപോലെ ഈ റാണി തേനീച്ച ഏത് സമയത്തും കൂട് വിട്ടൊന്നും പുറത്തു പോകില്ല. ഇതിന്റെ ആയുസ് 5 വർഷം. 5 വർഷത്തിന് ആകെ ഒരു തവണയാണ് കൂട് വിട്ട് പുറത്തു പോകുന്നത്. അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് ഇവരൊരു സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആകാശത്തിലോട്ട് പറന്നുയരുക ചെയ്യുക. അങ്ങനെ ആകാശത്തിലോട്ട് പറന്നുയരുമ്പോൾ ഈ ആൺതേനീച്ചകളൊക്കെ ഇവരെ ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എല്ലാവരും ഒന്നും ചേസ് ചെയ്ത് എത്തിപ്പെടില്ല, കാരണം അത്രയ്ക്ക് ഹൈറ്റിലാണ് അവള് പറക്കുക. എന്നാലും എത്തിപ്പെടുന്ന ആൾക്കാരൊക്കെ അവളുമായിട്ട് മീറ്റിംഗിൽ ഏർപ്പെടും. മീറ്റിംഗിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലോ അപ്പൊ തന്നെ ആൺതേനീച്ചകൾ മരിച്ചു പോവുക ചെയ്യുന്നത്. അങ്ങനെ ആൺതേനീച്ചകൾ മരിച്ചു വന്നതുകൊണ്ട് ആ തേനീച്ചക്കൂട്ടിലെ രാജാവില്ലാത്തത്. തേനീച്ചക്കൂട്ടിൽ എപ്പോഴും റാണി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് തേനീച്ചകളിലേക്ക് തലയുടെ ഒരു സ്ട്രക്ചറാണ്. തേനീച്ചകൾക്ക് പൊതുവിൽ 5 കണ്ണുകളുണ്ട്. സൈഡിലായിട്ട് 2 വലിയ കോമ്പൗണ്ട് ഐസും ടോപ്പിലായിട്ട് 3 സിമ്പിൾ ഐസും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളോടൊക്കെ പറയുന്നത് തേനീച്ചക്കൂട്ടിലേക്ക് കല്ലെറിയാൻ പാടില്ല. തേനീച്ചക്കൂട്ടിലേക്ക് കല്ലുകൾ എറിഞ്ഞാലേ അവർക്ക് അത് കറക്റ്റ് സെൻസ് ചെയ്യാൻ പറ്റും. അത് എവിടെ നിന്നാണ് വരുന്നതെന്നും എവിടേക്കാണ് പതിക്കുകയെന്നും. നമ്മൾ എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും അവർ കറക്റ്റ് വന്ന് നമ്മളെ സ്റ്റിങ് ചെയ്തിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ തോന്നിയാലും ചോദിക്കാം കേട്ടോ. സെക്കൻഡ് റൂമിലേക്ക് ചെയ്യുന്നുണ്ട്. ഇത് തേന് കട്ട പിടിക്കുന്നതാണ്. 3 കാരണങ്ങൾ കൊണ്ടാണ് തേന് ഇതുപോലെയൊക്കെ കട്ട പിടിക്കുക. ഒന്ന് അതിന്റെ പൂമ്പൊടിയുടെ അളവിൽ വരുന്ന വ്യത്യാസമാണ്. രണ്ടാമത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് റേഷ്യോയുടെ വ്യത്യാസമാണ്. മൂന്നാമത് അതിന്റെ ടെമ്പറേച്ചർ ആണ്. 20-25 ഡിഗ്രിക്കൊക്കെ താഴെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ തേന് കട്ട പിടിക്കും. തേന്റെ ഒരു സ്വാഭാവിക നേച്ചറാണ് കട്ട പിടിക്കുക എന്നുള്ളത്. ഓക്കെ, അതിന് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അതിന് നമുക്ക് ഉപയോഗിക്കാം. എന്നാലും നോർമൽ ഫോമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് സൂര്യപ്രകാശമൊക്കെ ഇല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് ചെയ്യാം. ഒരിക്കലും ഡയറക്റ്റ് ചൂടാക്കാനായിട്ട് പാടില്ല. നല്ല ചൂടിലേക്കൊന്നും തേൻ ആഡ് ചെയ്യാനും പാടില്ല. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ തേന്റെ കളർ വെറൈറ്റീസ് ആണ്. ചിലർ പറയും ലൈറ്റ് കളറുള്ള തേനാണ് നല്ലത്, അല്ലെങ്കിൽ ഡാർക്ക് ആണ് നല്ലതെന്നൊക്കെ പറയും. പക്ഷെ ഒരിക്കലും തേന്റെ കളർ നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി അളക്കാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം തേനീച്ചകളുടെ സ്പീഷീസ് ഉള്ള വ്യത്യാസം, ഇല്ലെങ്കിൽ പൂക്കളുടെ മാറ്റം, കാലാവസ്ഥയുടെ മാറ്റം, അതുപോലെ തേന്റെ ടേസ്റ്റിംഗ്. തേൻ ഇങ്ങനെ വർഷം കൂടുന്നതനുസരിച്ച് ഇങ്ങനെ ഡാർക്ക് കളറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ വീര്യവും കൂടുതലായിരിക്കും. ഇത് മസ്റ്റാർഡ് ഹണിയാണ്. കടുകൊക്കെ പൂക്കുന്ന സമയത്ത് ഹിമാചലിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. വെരിക്കോസ് വെയിൻ, ജോയിന്റ് പെയിൻസ്, ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുന്നതിന്, വാതരോഗങ്ങൾക്ക്, ആർത്രൈറ്റിസിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഈ തേനീച്ചകളെ ഏത് പൂക്കളുടെ നെക്ടറാണോ കളക്ട് ചെയ്യുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിന്റെ ഗുണങ്ങളൊക്കെ തീരുമാനിക്കാം. ഏക്കർ കണക്കിന് ഒരേ സാധനം കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ബോക്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ തേനീച്ചകൾ ആ പൂക്കളിൽ നിന്നാണ് തേന് കളക്ട് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് വെറൈറ്റി ഹണികളൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇതൊക്കെ ചെറുതേനാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ചെറിയ ഉറുമ്പിനാണുള്ള തേനീച്ചകള് ചുമരിന്റെ മുകളിൽ, സ്വിച്ച് ബോർഡിലെ AC യിലൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള തേനീച്ചകള് തുമ്പ, തുളസി പോലുള്ള ഔഷധ സസ്യങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തേന. ഹൈ മെഡിസിൻ വാല്യൂ ആണ്. ക്യാൻസർ രോഗത്തിന് വരെ ഉപയോഗിക്കാം. നമ്മളെ കണ്ണിലെ കുട്ടിക്കാൻ പറ്റുന്ന ഏക തേനുണ്ടെങ്കിൽ അത് ചെറുതേൻ മാത്രമേ ഉള്ളൂ. പൊള്ളിയാല് മുറിഞ്ഞാലൊക്കെ നമുക്ക് വൻതേനുകളൊക്കെ തേക്കാം. പക്ഷെ ഈ ചെറുതേൻ തേച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പാട് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ബെസ്റ്റ് ഇമ്മ്യൂണിറ്റിയാണ്. ഡെയിലി നമുക്ക് ചെറുതേനും മഞ്ഞപ്പൊടിയും ബ്ലാക്ക് സീഡ് ഓയിലൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചാല് നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. ആസ്മ രോഗികൾക്കും ചെറുതേൻ വളരെ നല്ലതാണ്. ആസ്മ വരാതിരിക്കാനും ചെറുതേൻ കഴിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള അലർജി പ്രോബ്ലം ഉള്ളവർക്ക്, വൈറൽ ഫീവർ വരാതിരിക്കാനൊക്കെ ഈ ചെറുതേൻ ബെസ്റ്റ് ആണ്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. കാൾബോൺ ഫിഷ് എന്നാണ് പേര്. തേനീച്ചകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ രീതി കണ്ടുപിടിച്ച ആളാണ്. നമ്മളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സങ്കടം വന്നാൽ കരഞ്ഞിട്ട്, സന്തോഷം വന്നാൽ ചിരിച്ചിട്ട്, അങ്ങനെയൊക്കെ. അതുപോലെ തേനീച്ചകള് സങ്കടം വന്നാലും സന്തോഷം വന്നാലൊക്കെ വിവിധ തരത്തിലുള്ള ഡാൻസിങ്ങിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ തിയറി കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുണ്ട്. ഓസ്ട്രിയക്കാരനാണ്. എന്തെങ്കിലും ഡൗട്ട് തോന്നിയാലും ചോദിക്കാം.